നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് സ്റ്റഡീസാണ്. ബിസിനസ് സ്റ്റഡീസ് രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അത് പാർട്ട് എ എന്ന് വിളിക്കും. പാർട്ട് ബി ബിസിനസ് ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പോൾ നമുക്ക് മാർക്കിൻ്റെയും പിന്നെ ടൈമിൻ്റെയും അടിസ്ഥാനത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. റിട്ടേൺ എക്സാം 2.5 മണിക്കൂറാണ്. ടോട്ടൽ മാർക്ക് 100-ലാണ് ബിസിനസ് സ്റ്റഡീസ് വരുന്നത്. 80 TE 50 CE 20. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് അവിടെ ഫസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ പറയാം. മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ എയിം ഓഫ് അച്ചീവിങ് ഗോൾസ് എഫക്റ്റീവ്ലി. എഫക്റ്റീവ്ലി മീൻസ് ഡൂയിങ് ദ റൈറ്റ് ടാസ്ക് ആൻഡ് എഫിഷ്യൻ്റ്ലി. എഫിഷ്യൻ്റ്ലി എന്തെന്ന് വെച്ചാൽ ഡൂയിങ് ദ ടാസ്ക് കറക്റ്റ്ലി വിത്ത് മിനിമം കോസ്റ്റ്. ദിസ് ഈസ് എ മാനേജ്മെൻറ്റ് പ്രോസസ്. Then management is a effective and efficient utilization of various resources for the accomplishment of organizational objectives. അപ്പോൾ നമ്മുടെ ചാപ്റ്ററുടെ പേരെന്താണ്? നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. നമ്മൾ പാർട്ട് എയിൽ ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ മാനേജ്മെൻറ്റിൻ്റെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ആണ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇത്രയും 5 കാര്യങ്ങളാണ് ഫങ്ഷൻസായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസായിട്ട് പറയുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 10 ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ട് മാനേജ്മെൻറ്റിന്. അപ്പോൾ അതിൽ ഒന്നാമത്തത് മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞത് മാനേജ്മെൻറ്റ് ഈസ് ഓൾ പെർവേസീവാണ്. പിന്നെ തേർഡ് വൺ മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. മൾട്ടി ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ വർക്ക്, പീപ്പിൾ ആൻഡ് ഓപ്പറേഷൻ. ഈ 3 കാര്യങ്ങളാണ് മൾട്ടി ഡയമെൻഷനിൽ മെൻഷൻ ചെയ്യുന്നത്. ദെൻ നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ദെൻ 5 മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ദെൻ 6th one മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. 7th one management is an intangible force. 8th one is management is a social process. Then 9th one management is need at all levels. And 10th one is influence behavior. ഇതെല്ലാം മാനേജ്മെൻറ്റ് എന്ന പ്രോസസ്സിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സിനെ മെയിനായിട്ട് 3 തരം തിരിച്ചിട്ടുണ്ട്. ദർ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ബേസിക് ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷന് വേണ്ട ഒബ്ജക്റ്റീവ്സ്, അതായത് എയിംസ് കാര്യങ്ങളൊക്കെയാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് വൺ ഈസ് ഇൻഡിവിജ്വൽ ഓർ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകളുടെ ഒബ്ജക്റ്റീവ്സ്, എയിംസും കാര്യങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് തേർഡ് വൺ. സാമൂഹികപരമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉണ്ടാവില്ല. നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസൊക്കെയാണ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ ചെയ്തു കൊടുക്കേണ്ടത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഒബ്ജക്റ്റീവ്സിനാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് മാനേജ്മെൻറ്റിൻ്റെ തന്നെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന ഭാഗമാണ്. മാനേജ്മെൻറ്റിൻ്റെ നീഡ്സും ഇമ്പോർട്ടൻസും. മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, മാനേജ്മെൻറ്റിനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഫസ്റ്റ് വൺ ഈ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് നമുക്ക് 6 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്.
Then second one, management increases efficiency. Then third one, management creates a dynamic organization. Fourth one, management helps in achieving personal objectives. പിന്നെ ഫിഫ്ത്ത് വൺ, മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. സിക്സ്ത് വൺ ഈസ് ഇറ്റ് ഹെൽപ്സ് ടു മീറ്റ് ദ ചാലഞ്ചസ്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് എപ്പോഴും എന്തായിരിക്കണം എന്നാണ് പറയുന്നത്, നമുക്കൊരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ, ഒരു കമ്പനി ഉണ്ടെങ്കിൽ, അത് ആ മാനേജ്മെൻറ്റ് ആ കമ്പനിയിലെ മൊത്തം വർക്കേഴ്സിൻ്റെയും അച്ചീവ്മെൻറ്റ്സിനും വർക്കേഴ്സിൻ്റെ പ്രവൃത്തി ഉഷാറാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വർക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വർക്കേഴ്സിനെ സഹായിക്കുന്നവരാണ് മാനേജ്മെൻറ്റിൽ ഉള്ളവർ എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് എന്നൊരു ഭാഗമാണ്. അതെ, ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കല. ആർട്ട് ഈസ് ദ സ്കിൽഫുൾ ആൻഡ് പേഴ്സണൽ ആപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് to achieve desired result. Then it can be acquired through study, observation and experience. ഈ മാനേജ്മെൻറ്റ് എന്നുള്ള ടീം എന്തെല്ലാം ചെയ്യും? ഒരു വർക്കാണെങ്കിൽ അവർ സ്റ്റഡി ചെയ്യും, നന്നായി ഒബ്സർവ് ചെയ്യും, പിന്നെ അത് ആ ഒബ്സർവ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ടുള്ള ആ എക്സ്പീരിയൻസ്, ഇത്തരം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും മാനേജേഴ്സ് എന്ന് പറയുന്നത്. നന്നായി സ്റ്റഡി ചെയ്യാൻ അറിയുന്നവർ, നന്നായി ഒബ്സർവ് ചെയ്യാൻ അറിയുന്നവർ, നന്നായി എക്സ്പീരിയൻസ് ഉള്ളവർ, ഇവരെയാണ് മാനേജേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ, അതായത് മാനേജ്മെൻറ്റ് പൊസിഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള ആളുകളായിട്ട് മാനേജേഴ്സായിട്ട് നിയോഗിക്കുക. അപ്പോൾ ഇവരെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതായത് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ആർട്ട്. ഈ ആർട്ട് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കലയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാറ്. ഫസ്റ്റ് വൺ, എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് ഉണ്ടായിരിക്കും. പിന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ. പിന്നെ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു ബേസ് ഉണ്ടായിരിക്കും. ഒരു കാര്യഗൗരവത്തോടു കൂടി അത് പുതിയ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. അത് ഏതൊരു മാനേജ്മെൻറ്റിൻ്റെയും ഒരു സവിശേഷതയാണ്. ദെൻ നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ആസ് സയൻസ്. മാനേജ്മെൻറ്റ് ഒരു സയൻസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ സയൻസ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ദാറ്റ് എക്സ്പ്ലെയിൻസ് certain general truths or operation of general laws. അപ്പോൾ നമുക്ക് സയൻസിൻ്റെ ഫീച്ചേഴ്സ്, മാനേജ്മെൻറ്റ് ആസ് സയൻസ്, മാനേജ്മെൻറ്റ് ഒരു ശാസ്ത്രമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഫീച്ചേഴ്സിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ്, സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ദെൻ സെക്കൻഡ് വൺ, പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ. ദെൻ തേർഡ് വൺ, യൂണിവേഴ്സൽ വാലിഡിറ്റി. ഇനി നമ്മൾ മാനേജ്മെൻറ്റ് ആസ് പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷൻ ആകുമ്പോൾ ഒരു പ്രൊഫഷൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൊഫഷൻ്റെ ഭാഗമാണ്, തീർച്ചയായും മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്വഭാവങ്ങളൊന്ന് പരിശോധിക്കാം. അതായത് ദാറ്റ് മീൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അത് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ആർ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. പിന്നെ ഒന്നാമത് റെസ്ട്രിക്റ്റഡ് എൻട്രി. ഫസ്റ്റ് വൺ, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. സെക്കൻഡ് വൺ ഈസ് റെസ്ട്രിക്റ്റഡ് എൻട്രി. Third one is professional association. Fourth one is ethical code of conduct. Fifth one, service motive. ഇതൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ 3 ഭാഗമായിട്ട് തിരിച്ച്, ആർട്ട്, സയൻസ്, പ്രൊഫഷൻ, ഈ 3 ഭാഗങ്ങളിലൂടെ പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ലെവൽ ഓഫ് മാനേജ്മെൻറ്റിനെ നമ്മൾ മാനേജ്മെൻറ്റ് ഹൈറാർക്കി എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിനെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ടോപ്പ് ലെവൽ, സെക്കൻഡ് വൺ മിഡിൽ ലെവൽ ആൻഡ് തേർഡ് വൺ ലോവർ ലെവൽ. അപ്പോൾ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഇൻ എവറി ഓർഗനൈസേഷൻ ദെയർ ഈസ് എ ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്. തീർച്ചയായും ഏതൊരു ഓർഗനൈസേഷനിലും അവർ സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും ഒക്കെ, അവരെ സഹായിക്കുന്ന സബോർഡിനേറ്റ്സ് ഒക്കെ ഉണ്ടാവും. ദെൻ ഫ്രം ദ ഹയസ്റ്റ് ലെവൽ ടു ലോവസ്റ്റ്. എങ്ങനെയാണത്? ഹൈ ലെവലിൽ തൊട്ട് ലോവസ്റ്റ് ലെവൽ വരെ. ദിസ് ചെയിൻ ഈസ് നോൺ ആസ് ചെയിൻ ഓഫ് കമാൻഡ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഹൈറാർക്കി എന്നാണ് വിളിക്കുന്നത്. സോ
The next one, the chain consists of a series of managerial positions from top to bottom, which is called level of management. ഈ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിനെ നമുക്ക് 3 ലെവലായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സാർ. അപ്പോൾ ഫസ്റ്റ് വൺ ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റിൽ ആരൊക്കെ ഉണ്ടാവും നോക്കാം. ടോപ്പ് മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് മാനേജേഴ്സ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ ടു മാനേജ്മെൻറ്റ് ഹയറാണ്. അപ്പോൾ ദിസ് ലെവൽ ഇൻക്ലൂഡ്സ് ഇവർ ടോപ്പ് മാനേജ്മെൻറ്റ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. സെക്കൻഡ് വൺ ദ ചെയർമാൻ ഉണ്ടാവും. ആൻഡ് ദ ചീഫ് എക്സിക്യൂട്ടീവ്സ്. ഈ ചീഫ് എക്സിക്യൂട്ടീവിനെ നമുക്ക് വീണ്ടും 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ആരൊക്കെ? മാനേജിങ് ഡയറക്ടർ, പ്രസിഡൻറ്റ് ആൻഡ് മാനേജേഴ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടോപ്പ് മാനേജ്മെൻ്റ് ആണ്, ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഇനി അതിൻ്റെ ഫങ്ഷൻസിലേക്ക് ഒന്ന് പോവാം. ഏതായാലും നമുക്ക് 6 ഫങ്ഷൻസ് ആണ് പറയാനുള്ളത് ടോപ്പ് മാനേജ്മെൻറ്റിൽ. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ് ഓവർ ഓൾ ലോങ് ടേം ഒബ്ജക്ട്സ് ഓഫ് ഓർഗനൈസേഷൻ. എസ്റ്റാബ്ലിഷ്ഡ് overall long-term objectives overall long-term objectives of organization ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ. ദെൻ സെക്കൻഡ് വൺ അവരെന്താണ്? ഫോർമുലേറ്റിംഗ് ബോർഡ് പോളിസീസ്. ഫോർമുലേറ്റ് ബോർഡ് പോളിസീസ് ഫോർമുലേറ്റ്. ദെൻ തേർഡ് വൺ, ഓർഗനൈസിങ് ബിസിനസ് ഇൻ ടു വേരിയസ് ഡിവിഷൻസ്. ഒരുപാട് ബിസിനസ് വേരിയസ് ഡിവിഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ ഫോർത്ത് വൺ, കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. കോർഡിനേഷൻ ഒരു ഭാഗമാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നടക്കുന്ന ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ടീമാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലുള്ളത്. ദെൻ കൺട്രോളിംഗ് ആൻഡ് മോണിറ്ററിങ് ഓവറോൾ പെർഫോമൻസ്. കൺട്രോളിങ്, മോണിറ്ററിങ് എല്ലാ ഒരുവിധ പെർഫോമൻസിലും ഓവറോൾ പെർഫോമൻസിലും കൺട്രോൾ ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതൊക്കെ ഇവരാണ്. To monitor business environment and analyzes its impact on the organization. ഇത്തരം 6 ഫങ്ഷൻസ് ആണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലുള്ളത്. ഇനി സെക്കൻഡ് വൺ, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് മീൻസ് കൺസിസ്റ്റ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഫങ്ഷണൽ മാനേജേഴ്സ്. ആരൊക്കെയാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലുള്ളത്? ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ ഫങ്ഷണൽ മാനേജേഴ്സുമാണുള്ളത്. അവരാരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മാർക്കറ്റിംഗ് മാനേജർ, സെക്കൻഡ് വൺ പ്രൊഡക്ഷൻ മാനേജർ, തേർഡ് വൺ ഫൈനാൻസ് മാനേജർ, ഫോർത്ത് വൺ പേഴ്സണൽ മാനേജർ. അപ്പോൾ മിഡിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു മെത്തേഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. മിഡിൽ ലെവൽ മാനേജേഴ്സ് സെർവ് ആസ് ദ ലിങ്ക് ബിറ്റ്വീൻ ടു ടോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. മിഡിൽ ലെവൽ മാനേജേഴ്സിനാണ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെയും ലോവസ്റ്റ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെയും ലിങ്കുള്ള ആൾക്കാർ. ദെൻ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻ അല്ലെങ്കിൽ അവരവരുടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻസ് നടക്കണമെങ്കിൽ അവരാണ് റെസ്പോൺസിബിൾ. മിഡിൽ ലെവൽ മാനേജേഴ്സാണ് അതിൻ്റെ അതിൻ്റെ അധികാരമുള്ളത്, അതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ്. ദെൻ നമുക്ക് അതിൻ്റെ ഫങ്ഷൻസിലേക്ക് ഒന്ന് കടക്കാം. ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ 3 ലെവലിലും ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ടോപ്പ് അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടു ഇൻ്റർപ്രിറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പോളിസീസ് ഫോർമുലേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. To interpret and explain the policies. പോളിസീസ് ഇൻ്റർപ്രിറ്റ് ചെയ്യുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും, അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫോർമുലേറ്റ് ചെയ്ത പോളിസികൾ ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടതും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതും മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ, ടു പ്രിപ്പയർ ദ ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഓഫ് ദെയർ ഡിപ്പാർട്ട്മെൻറ്റ്. Then third one, to select supervisory personnel and assign duties for executing the departmental plans. Fourth one, cooperating with other departments so as to ensure smooth functioning of the organization.
The next one is collecting reports on performance of respective departments and forwarding the same with their comments to the ടോപ്പ് മാനേജ്മെൻറ്റ്സ്. അതായത് റിപ്പോർട്ടുകൾ നമുക്ക് അതായത് റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് ഉള്ളത്, അതായത് റെസ്പോൺസിബിൾ ഉള്ളത് ഇവർക്കാണല്ലോ. ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനാണല്ലോ. അപ്പോൾ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റാണ് ഡ്യൂട്ടീസൊക്കെ അസൈൻ ചെയ്യുക. അപ്പോൾ ആ ഡ്യൂട്ടീസൊക്കെ അസൈൻ ചെയ്തതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ മിഡിൽ മാനേജ്മെൻറ്റുകൾ ഉള്ള ആൾക്കാർക്കാണ്. ഇനി അവരുടെ മറ്റൊരു ഫംഗ്ഷനും കൂടി പറയാം. റെക്കമെൻഡിങ് ന്യൂ ഓർ റിവൈസ്ഡ് പോളിസീസ് ടു ദ ടോപ്പ് മാനേജ്മെൻറ്റ് ടു ഇംപ്രൂവ് പെർഫോമൻസ്. ഇവർക്ക് വേണമെങ്കിൽ, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിന് വേണമെങ്കിൽ പുതിയ പോളിസീസ് കൊണ്ടുവരാം. കമ്പനിയിലേക്ക് പുതിയ പോളിസീസ് റെക്കമെൻഡ് ചെയ്യാം. റെക്കമെൻഡ് ന്യൂ റിവൈസ്ഡ് പോളിസീസ് ടു ദ ടോപ്പ് മാനേജ്മെൻറ്റ് ടു ഇംപ്രൂവ് പെർഫോമൻസ്. കമ്പനിയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണം, ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പുതിയ പോളിസീസ് ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഇവർക്ക് റെസ്പോൺസിബിൾ ഉണ്ട്, മിഡിൽ മാനേജ്മെൻറ്റ്. ഇനി നമുക്ക് പറയാനുള്ളത് തേർഡ് ലെവൽ എന്താണ്? ലോവർ ലെവൽ അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്നത് സൂപ്പർവൈസറി ലെവൽ ആൻഡ് ഓപ്പറേഷണൽ ലെവൽ എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് ലോവർ ലെവലിലെ ആളുകൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സൂപ്പർവിഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഓപ്പറേറ്റീവ് എംപ്ലോയീസ്, അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇവരെ വർക്ക്, ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ വർക്ക്, ലോവർ ലെവൽ ടീമിൻ്റെ വർക്ക്. ലോവർ ലെവൽ ടീംസ് ആരൊക്കെയാണെന്നുള്ളത്, ഫാക്ടറി സൂപ്പറിൻറ്റൻസ് ഉണ്ടാവും ഒന്ന്, സെക്കൻഡ് വൺ ഫോർമാൻ ഉണ്ടാവും, തേർഡ് വൺ ഓഫീസ് സൂപ്പർവൈസേഴ്സ്, ഫോർത്ത് വൺ സെക്ഷൻ ഓഫീസേഴ്സ്, ഫിഫ്ത്ത് വൺ ബ്രാഞ്ച് മാനേജേഴ്സ്, സിക്സ്ത് വൺ അക്കൗണ്ട് ഓഫീസേഴ്സ്. ഇവരെല്ലാവരും ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, ഇവർക്ക് എന്താണ്? ഡയറക്റ്റ്ലി ടച്ച് വിത്ത് വർക്കേഴ്സ്, സെയിൽസ്മാൻ, ക്ലർക്ക് എക്സെട്ര. ദെൻ നെക്സ്റ്റ് വൺ ഫങ്ഷൻസ്. ഇവരുടെ ഫങ്ഷൻസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവർക്ക് ഏതാനും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഡേ ടു ഡേ വർക്കിൻ്റെ പ്ലാനിങ് ആൻഡ് ഇഷ്യൂയിങ് ഓർഡർ ഇഷ്യൂ ചെയ്യുക, ആൻഡ് ഇൻസ്ട്രക്ഷൻ